കൃത്യമായി പവർ ടു അറസ്റ്റ് വിത്തൌട്ട് വാറന്റ് എന്ന് പറഞ്ഞൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ or any police officer may, without orders from a magistrate or without a warrant, arrest and detain any person reasonably suspected to have been indulged in any forest offence, unless he is satisfied that such person will appear and answer any charge which may be preferred against him. അതായത് ഏതെങ്കിലും വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്തുവെന്ന് സംശയം തോന്നിയാൽ വാറണ്ട് കൂടാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന റേഞ്ച് ഓഫീസറുടെ താഴെയുള്ള ആൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മേ വിതൗട്ട് ആൻ ഓർഡർ ഫ്രം ഓർഡർ ഓർ വിതൗട്ട് എ വാറന്റ് ഫ്രം മജിസ്ട്രേറ്റ് അറസ്റ്റ് ആൻഡ് ഡീറ്റെയിൻ എനി പേഴ്സൺ എന്നാണ് പറയുന്നത്. വളരെ അപകടകരമായ ഇത് സംഭവിക്കാൻ പോകുന്നത് അതിഗുരുതരമായ അധികാര ദുർവിനിയോഗം, അല്ലെങ്കിൽ തന്നെ വനയോര മലയോര മേഖലയിലുള്ള പാവപ്പെട്ട കുടിയേറ്റ കർഷകൻ ഇന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പീഡനം, അവരുടെ ഹറാസ്മെന്റ് സഹിക്കേണ്ട അവസ്ഥയിലാണല്ലോ. ഞാൻ തന്നെ MLA നേരിട്ട് ഇടപെട്ട് പല വിഷയങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ അവിടെ റോഡ് പണി നടക്കുമ്പോൾ, ഫോറസ്റ്റിന്റെ അതിലെ പോകുന്ന റോഡ് പണി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിറ്റില് മാറ്റിയിട്ടതിന്റെ പേരിൽ റോഡ് പണിയാൻ വന്ന കോൺട്രാക്ടർ എൻഗേജ് ചെയ്ത ആളുടെ പൊക്ലിൻ അവര് സീസ് ചെയ്ത് അവര് എടുത്തു. അവർ പറഞ്ഞ ഫോറസ്റ്റ് ഒഫൻസ് നടന്നു. ഞങ്ങൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ബലമായി അതിനെ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ധാരാളം ഇൻസിഡൻസ് സാധാരണ കർഷകനെ, കുടിയേറ്റക്കാരനെ, പാവപ്പെട്ടവനെ, നിസ്സഹായനായിട്ടുള്ളവരെ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇപ്പൊ തന്നെ നിയമം വിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അധികാരങ്ങൾ നൽകി അവരെ വീണ്ടും ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യം, ഈ മലയോര വനയോര മേഖലയിലെ ആളുകളെ കുടിയിറക്കാനുള്ള ഒരു അലിഖിതമായ ഒരു പദ്ധതി നടപ്പിലാക്കുവാനോ സംശയമുണ്ട്. കാരണം നിരവധി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ നാട്ടില് കാട്ടാനയുടെ അക്രമത്തിൽ എന്ന് പറയാൻ വേണ്ടി കാട്ടാന പിഴുതെറിഞ്ഞ ഒരു മരം വന്ന് വീണ് ഒരു പെൺകുട്ടിയുടെ ദാരുണമായ അന്ത്യം ഉണ്ടായി. അതിനു മുമ്പ് നിരവധിയായ കാട്ടാന ആക്രമണത്തിലെ മരണങ്ങളുണ്ടായി. ഇതെല്ലാം നിയമസഭയിൽ ഉന്നയിച്ച് ഞങ്ങൾ ലളിതമായിട്ട് ഇതിന് പരിഹാരം കാണാൻ ഫോറസ്റ്റ് ഫെൻസിംഗ് എങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ടു. പലവട്ടം ഈ സർക്കാരും മുഖ്യമന്ത്രിയും വനം മന്ത്രിയും നിയമസഭയിൽ മറുപടി പറഞ്ഞു, ഇതെല്ലാം ചെയ്യും. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുകയും ഫോറസ്റ്റ് ഫെൻസിംഗ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ ഒരിടത്തും വനമേഖലയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ഫെൻസിംഗ് നടത്താൻ ഈ സർക്കാർ തയ്യാറല്ല. ഇനി മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പ്രകടമായി സംശയം തോന്നുന്നു, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ പണം മുടക്കി ഫെൻസിംഗ് ചെയ്യുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചിട്ട് ആ അനുമതി പോലും ഈ സർക്കാർ നിശ്ചയിച്ചു. പണം മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഖജനാവിൽ പണം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് വന്നപ്പോൾ അതിന് പോലും അനുമതി നിശ്ചയിച്ച സർക്കാരാണ്. ഇപ്പോ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗങ്ങള് അതിവ്യാപകമായി ജനങ്ങളെ ഉപദ്രവിക്കുന്നു. കൃഷി എന്ന് പറയുന്നത് അസാധ്യമായി, വനയോര മേഖലയിൽ കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യമായി. ഇന്ന് വെറും നിസ്സാര വിലയ്ക്ക് ജനങ്ങൾ ഈ വനയോര മേഖലയിലുള്ള ഭൂമി വിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ പ്രോജക്റ്റുമായി വരികയാണ്. അവർ തന്നെ സ്ഥലം വാങ്ങും. ഒരു ഏക്കറിന് 10 ലക്ഷം 15 ലക്ഷം ഇങ്ങനെ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ വനത്തോട് മുട്ടിക്കിടക്കുന്ന ഭൂമി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ തന്നെ ആ സ്ഥലം ഫോറസ്റ്റ് വാങ്ങുകയാണ്. ഞാൻ സംശയിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉന്നയിക്കുന്ന കാര്യം, ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട കുടിയേറ്റ കർഷകനെ വന്യജീവികളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഹറാസ്മെന്റും വെച്ച് കുടിയിറക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇന്ന് ഈ നിലയിലുള്ള അമിതാധികാരം ഇവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനപ്പുറം ഇപ്പോ ഇവിടുത്തെ സർക്കാരിന്റെ അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇതേ നിയമത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ചന്ദന മരങ്ങൾ വെട്ടിവിൽക്കുന്നതിന് ഉള്ള ചന്ദന ലോബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളിതുവരെയും
ചന്ദന മരങ്ങൾ സ്വകാര്യ ഭൂമിയിൽ നിന്നിരുന്നാലും, സ്വകാര്യ ഭൂമി എന്ന് പറയുമ്പോൾ സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ നിൽക്കുന്ന ചന്ദന മരങ്ങൾ വെട്ടാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ചന്ദന ലോബിക്ക് ഒരു വശത്തുകൂടി ആനുകൂല്യം കൊടുക്കുകയും മറുവശത്തുകൂടി കുടിയേറ്റ കർഷകന്റെ കഴുത്തിന് പിടിച്ച് അവനെ കുടിയിറക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. ഈ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത ഈ റൂള് അല്ലെങ്കിൽ ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുള്ള ഒരു ഫോറത്തിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ MLA-മാർക്ക് ആർക്കും ഇതിന്റെ കോപ്പി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കൺസൾട്ടേഷനോ ആലോചനയോ ഈവൻ സബ്ജക്ട് കമ്മിറ്റി പോലും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ സർക്കാരിന് വേണമെങ്കിൽ ഏകപക്ഷീയമായി ഈ അമെന്റ്മെന്റ് കൊണ്ടുവരാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അത് നിയമസഭയുടെ ടേബിളിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ഇത് വരാൻ പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും അതിശക്തമായി ഈ ജനവിരുദ്ധ കർഷക വിരുദ്ധ സാധാരണ ജനങ്ങളെ ഇത്രയേറെ പ്രയാസപ്പെടുത്തുന്ന ഇതിനെ പ്രതിപക്ഷം തീർച്ചയായിട്ടും എതിർക്കും. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തും. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ ജനവിരുദ്ധ നയങ്ങളെ UDF എതിർക്കും. പക്ഷെ ഇപ്പോ ഇതിന്റെ അകത്ത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാനത് പറയാൻ കാരണം, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 3 മാസം കഴിഞ്ഞപ്പോഴാണ് പട്ടയ ഭൂമി എന്ന് പറയുന്നത്, അതെല്ലാം വനയോര മേഖലയിലാണ് കൂടുതലായിട്ടും പട്ടയം അനുവദിച്ചിട്ടുള്ള പട്ടയഭൂമിയുള്ളത്. പട്ടയഭൂമിയിൽ വീട് വെക്കാനും കൃഷിക്കും മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗിക്കാൻ അനുമതി നൽകരുത് എന്ന് പറഞ്ഞ ഉത്തരവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 3 മാസത്തിനകത്ത് ഇറക്കിയ ആദ്യത്തെ ഉത്തരവാണ്. അതിന് പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോ ഇടുക്കിയിലോ മറ്റു മേഖലയിലോ ഒക്കെയുള്ള ഈ ഹൈക്കോടതിയിൽ ഇവര് നിരന്തരം സ്വീകരിച്ചു വന്ന നിലപാടുകൾ പട്ടയ വിഷയത്തില്, കർഷകരുടെ വിഷയത്തില്, കുടിയേറ്റ കർഷകരുടെ വിഷയത്തില്, വനയോര മേഖലയിലെയും മലയോര മേഖലയിലെയും ആളുകളുടെ കാര്യത്തില് എക്കാലത്തും ഈ സർക്കാർ വന്നതിന് ശേഷം ജനവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു കാരണവശാലും ഈ നിലയ്ക്കുള്ള ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ പൊതു മനസാക്ഷി വനയോര മലയോര മേഖലയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ഞങ്ങൾ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ വേർഡ്സ് വളരെ വളരെ ഞങ്ങളിപ്പോ ലോയർ ആയതുകൊണ്ടായിരിക്കും നമുക്കത് അങ്ങനെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. Government has also decided to relax the restrictions for cutting sandal trees from private lands other than those reserved to government during assignment of such land. അതായത് അസൈൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് റിസർവ് ചെയ്യാത്ത, അപ്പൊ അസൈൻ ചെയ്ത ഭൂമി സ്വകാര്യ ഭൂമിയാണല്ലോ. ഇപ്പൊ പട്ടയം കൊടുത്ത ഭൂമി എന്ന് പറയുന്നത് സ്വകാര്യ ഭൂമിയാണ്. അപ്പൊ സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരം മുറിക്കുന്നതിനുള്ള അനുമതിയാണ് റിലാക്സേഷൻ കൊടുക്കുന്നത്. അല്ല, അത് ആവശ്യം ഞാൻ അല്ല ബാധ്യത ഇത് പറയും. ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഈ ചന്ദനമരം മുറിക്കാൻ വെപ്രാളം കൂട്ടുന്ന ഈ സർക്കാർ, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു അക്കാഡമിക് പോയിന്റിൽ റേസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഞാൻ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിലടക്കം പട്ടയഭൂമിയിൽ സാധാരണക്കാരൻ വെച്ച് അല്ലെങ്കിൽ നട്ടു വളർത്തിയ തേക്ക്, പ്ലാവ്, ഈട്ടിയോ അല്ലെങ്കിൽ മറ്റ് ഘനമരങ്ങൾ ഒന്നും മുറിക്കാൻ അനുമതിയില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കർഷകൻ ഒരു മരം മുറിച്ചാൽ, ഞാൻ MLA നൽകി എൻ്റെ അടുത്ത് എത്രയോ പേര് വന്നേക്കണം. ഒന്ന് നിയമം അറിയാത്തവർ, രണ്ട് അവരുടെ കാരണവന്മാരായിട്ട് വെച്ച് പിടിപ്പിച്ച് അവർക്ക് അറിയാവുന്ന അവരുടെ ചെറുപ്പകാലം മുതൽ അവർ നട്ടുനനച്ച് വളർത്തിയൊരു മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ ഇരിക്കെ ആ മരം ഇത് ചെയ്യുന്നതിനോടൊപ്പം അവർ കേസിപ്പെടുകയാണ്. അവ സാധാരണക്കാരനവർക്ക് പട്ടയഭൂമിയിൽ അവർ നട്ടു വളർത്തിയ മരം മുറിക്കാൻ അനുമതി നൽകുന്നതിന് മുമ്പ് ആ കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ ഇല്ല അത് പറ്റില്ല, കാരണം അത് ഇവിടുത്തെ മറ്റേ മരം ലോബിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുകയും അതിന്റെ കൂട്ടത്തിൽ ചന്ദന മരത്തിന്റെ കാര്യത്തിൽ ഇത്രയേറെ ഒരു സൂക്ഷ്മത, ഇത്രയേറെ താല്പര്യം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു പൊതുജന താല്പര്യത്തിന്റെ പ്രതിയാണെന്ന് പറയാൻ കഴിയില്ല. ഇത് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തു. ഇനി പബ്ലിഷ് ചെയ്ത ബില്ല് നിയമസഭയിൽ
പ്ലേസ് ചെയ്ത് പാസ്സാക്കുക എന്നുള്ളതാണ് അതിന്റെ നടപടിക്രമം. അപ്പൊ ഗവൺമെന്റ് ഇന്റൻഷൻ ഈസ് വെരി ക്ലിയർ. അത് വ്യക്തമായില്ലേ? ഒരു ചർച്ചയും ഒരു തലത്തിൽ നടന്നിട്ടില്ല. MLA-മാർക്ക് അതിന്റെ കോപ്പി നൽകിയിട്ടില്ല. ഈവൻ ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുള്ളവരുടെ ഞാൻ ചോദിച്ചു നോക്കി, അവരെ പോലും ഇത് കൺസൾട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരോട് പോലും ഇത് പറഞ്ഞിട്ടില്ല. വളരെ അങ്ങനെ സാധാരണ ഇതിലൊരു മിനിമം ഇതൊക്കെ സബ്ജക്ട് കമ്മിറ്റിയിലുള്ളവരൊക്കെ ആയിട്ട് വരാറുണ്ട്. അല്ല, അമെന്റ്മെന്റ് ധാരാളം അമെന്റ്മെന്റ്. അതിന്റെ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് കൊടുക്കുന്ന അമിതാധികാരം അല്ല, ഞാൻ സുപ്രീം കോടതി അറസ്റ്റിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെതിരെ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു സർക്കാർ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇങ്ങനെ ഒരു അധികാരം ഉദ്യോഗസ്ഥന് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് കൊടുക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. പക്ഷെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നിയമം. പക്ഷെ സാധാരണഗതിയിൽ ഒരു മിനിമം റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും ഒരു സർക്കാരുകളും ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒരു അമിതാധികാരം നൽകിയിട്ടില്ല. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് വനയോര മേഖലയിൽ, മലയോര മേഖലയിലെ ആളുകളെ ഹറാസ് ചെയ്യുന്നതിനും അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനും മാത്രം ഉപകരിക്കുന്നതാണ്, അല്ലാതെ ഫോറസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇപ്പോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല, അറിഞ്ഞോ അറിയാതെയോ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു കുടിയിറക്കം നടക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതൊന്നും എടുത്ത് പഠിക്കണം. ഇതാരെങ്കിലും നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് പരിശോധിച്ച് പഠിക്കണം. മലയോര മേഖലയിൽ നിന്നും കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ 5-10 വർഷത്തിനിടയിൽ എന്തോരം പേര് കുടിയിറങ്ങിയിരുന്നു. അപ്പൊ ഇതൊരു ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഫോറസ്റ്റ് ഏരിയ വർദ്ധിപ്പിക്കാൻ വേണ്ടി ധാരാളം ഫണ്ട്സ് അവൈലബിൾ ആണ്. ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയിൽ പിണറായി വിജയൻ സർക്കാർ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ അവകാശാധികാരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അരിഞ്ഞ് വീഴ്ത്തി അവനെ നിസ്സഹായനും അവനെ ദുർബലനുമാക്കി അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.